ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി EOQ എന്ന് പറയും. നമ്മൾ ഏതൊക്കെയോ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ദ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ടു ബി ഓർഡേർഡ് അറ്റ് വൺ ടൈം ഈസ് നോൺ ആസ് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, സപ്പോസ് നമുക്ക് 100 ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ വി ഹാവ് ഡിഫറെന്റ് ഓപ്ഷൻ. നമുക്ക് എന്ത് ചെയ്യാം? 50 യൂണിറ്റിന്റെ എത്ര ഓർഡർ പ്ലേസ് ചെയ്യാം? 2 ഓർഡർ പ്ലേസ് ചെയ്യാം. ഓർ യു ഹാവ് ഓപ്ഷൻ ടു 25 into 4. ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? 100 ക്വാണ്ടിറ്റി നമുക്ക് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ഓർഡർ ചെയ്ത് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. സോ അതിൽ ഒരു സെപ്പറേറ്റ് ക്വാണ്ടിറ്റി, ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നു 20 into 5 ആണ് ഞാൻ ഓർഡർ ചെയ്യുന്നത്. എൻ്റെ EOQ എന്ന് പറയുന്നത്, ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 20 യൂണിറ്റ് ആണെന്ന് പറയും. 20 യൂണിറ്റ് വിച്ച് മീൻസ് എൻ്റെ കമ്പനിയിലേക്ക് ഞാൻ 20 യൂണിറ്റ്സ് വെച്ചിട്ടാണ് ഓർഡർ ചെയ്യുന്നതെങ്കിൽ അതായിരിക്കും എനിക്ക് ഏറ്റവും ഇക്കണോമിക്കൽ, ലാഭകരം എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ക്വാണ്ടിറ്റി ഈസ് ഫിക്സഡ് ഇൻ സച്ച് എ മാനർ ആസ് ടു മിനിമൈസ് ദി കോസ്റ്റ് ഓഫ് ഓർഡറിങ് ആൻഡ് ക്യാരിയിങ് ദി സ്റ്റോക്ക്. നമ്മളിപ്പം 100 യൂണിറ്റും ഒരുമിച്ച് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇതിനെ സ്റ്റോക്ക് ചെയ്യാൻ നമുക്ക് എന്ത് വരും? കോസ്റ്റ് വരും. ക്ലിയർ? അതേസമയം നമ്മൾ 10 യൂണിറ്റിന്റെ 10 ഓർഡർ ആണ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഓർഡറിങ് കോസ്റ്റ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പൊ ഇതെല്ലാ ഫാക്ടേഴ്സും വെച്ചുകൊണ്ട് ഒരു ഒപ്റ്റിമം ഒരു ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ? ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. ഇതില് ദി ടോട്ടൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ യൂഷ്വലി കൺസിസ്റ്റ് ഓഫ്, നമ്മളൊരു മെറ്റീരിയൽ വാങ്ങിക്കുക എന്ന് പറയുന്ന സമയത്ത് അതിൽ നോർമലി വരുന്നത് അക്വിസിഷൻ കോസ്റ്റ്. ഓക്കെ, മെറ്റീരിയൽ കോസ്റ്റ് ഇപ്പം 500 രൂപയാണെങ്കിൽ ഇതാണ് അതിന്റെ അക്വിസിഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദെൻ ദർ വിൽ ബി ആൻ ഓർഡറിംഗ് കോസ്റ്റ്. ഓർഡറിംഗ് കോസ്റ്റ് ഉണ്ടാവും. ദർ വിൽ ബി ക്യാരിയിങ് കോസ്റ്റ്. അപ്പൊ നമുക്ക് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ പ്ലസ് ക്യാരിയിങ് കോസ്റ്റ് പ്ലസ് ഓർഡറിംഗ് കോസ്റ്റ് ആണെന്ത്? ടോട്ടൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇത്രയും ഫാക്ടേഴ്സ് വരുന്നതാണ് അല്ലെ. ഒന്ന് അതിന്റെ അക്വിസിഷൻ, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഉണ്ടാവും, ക്യാരിയിങ് കോസ്റ്റ് ഉണ്ടാവും, ഓർഡറിംഗ് കോസ്റ്റ് ഉണ്ടാവും. സോ ഈ ഫാക്ടേഴ്സ് മുഴുവനും ഇതിന് വലിയ റോളില്ല. നിങ്ങൾ എത്ര വാങ്ങിയാണ്, 1 യൂണിറ്റ് ആണെങ്കിലും 100 യൂണിറ്റ് ആണ്, പെർ യൂണിറ്റ് എന്തായിരിക്കും? സെയിം തന്നെയായിരിക്കാം. ഓക്കെ, പക്ഷെ ഇതിൽ എന്തുണ്ടാവും? മാറ്റങ്ങൾ ഉണ്ടാവും. ഇതില് ക്യാരിയിങ് കോസ്റ്റിലും ഈ ഓർഡറിംഗ് കോസ്റ്റിലും എന്തുണ്ട്? നമ്മളെ എണ്ണം കൂട്ടും തോറും അല്ലെങ്കിൽ ഒരു ഒപ്റ്റിമൽ ലെവൽ പിടിക്കും തോറും എന്തുണ്ട്? അതിൽ ചേഞ്ചസ് നമുക്ക് വരും. അപ്പം ഈ ഫാക്ടേഴ്സ് ഒക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? EOQ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, EOQ നമുക്ക് നോക്കാം. EOQ അപ്പൊ നമുക്ക് ആദ്യം അറിയേണ്ടത് ഈ ക്യാരിയിങ് കോസ്റ്റ് എന്താണെന്ന് നമുക്ക് അറിയണം. ക്യാരിയിങ് കോസ്റ്റ്, അപ്പം ക്യാരിയിങ് കോസ്റ്റ് ഇറ്റ് ഈസ് ദി കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് ദി മെറ്റീരിയൽ ഇൻ സ്റ്റോഴ്സ്. നമ്മൾ സ്റ്റോഴ്സിൽ ഈ മെറ്റീരിയൽ ഹോൾഡ് ചെയ്യണമെങ്കിൽ ദർ എക്സിസ്റ്റ് സം കോസ്റ്റ്. കോസ്റ്റ് ഓഫ് സ്റ്റോറേജ് സ്പേസ് അല്ലെ, എനിക്ക് 10 ക്വാണ്ടിറ്റി വെക്കാനുള്ള സ്പേസേ ഉള്ളൂ. ഞാൻ അവിടെ 100 ക്വാണ്ടിറ്റി എടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? വേറെ റൂം റെന്റിന് എടുക്കേണ്ടി വരും. ക്ലിയർ? So cost of storage space which could have been utilized for some other purpose. Then cost of bin and racks. നമ്മൾ അത് സ്റ്റോർ ചെയ്യാനുള്ള ബിന്നും അതുപോലെ തന്നെ റാക്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സെറ്റ് ചെയ്യേണ്ടി വരും. Then cost of maintaining the material to avoid deterioration. എന്തെങ്കിലും കംപ്ലൈന്റ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? അതിനെ പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും അല്ലെ. നാച്ചർ ഓഫ് ദി പ്രോഡക്റ്റ് അല്ലെ, മെറ്റീരിയൽ അല്ലെ. പെരിഷബിൾ നാച്ചറിലാണെങ്കിൽ നമ്മൾ കൂടുതൽ അല്ലെ, നമ്മൾ എപ്പോഴും ഇപ്പം ഫിഷ് ഐറ്റംസ് അല്ലെ മീറ്റ് ഐറ്റംസ് കൂടുതൽ വാങ്ങിക്കണമെങ്കിൽ നമുക്ക് അതിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടായിരിക്കണം അല്ലെ. അതില്ല എങ്കിൽ അതിന്റെ ക്യാരിയിങ് കോസ്റ്റ് എന്തായിരിക്കും? ഹൈ ആയിരിക്കും അല്ലെ. നമ്മളിപ്പം റെഫ്രിജറേറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ മീറ്റ് സ്റ്റോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ കൂടുതൽ വാങ്ങി വെച്ചുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ റെഫ്രിജറേറ്ററിന്റെ സ്പേസ് നോക്കിയിട്ട് നമ്മൾ വാങ്ങിക്കുള്ളൂ. അല്ലാണ്ട് വില കുറവാന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല, മാക്സിമം വാങ്ങി വെക്കുവോ? നോ. ഓക്കെ, സോ ഇതൊക്കെയാണ് എന്തിൽ വരുന്നത്? ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ വരുന്നത്. ക്യാരിയിങ് കോസ്റ്റ്. ഓക്കെ, ഇൻഷുറൻസ് കോസ്റ്റ്, ക്ലറിക്കൽ കോസ്റ്റ്, ഇതൊക്കെ എന്താണ്? ക്യാരിയിങ് കോസ്റ്റിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, the next one, ordering cost. It is the cost of placing an order for the purchase of material and includes, okay, അതിൽ കോസ്റ്റ് ഓഫ് സ്റ്റാഫ് പോസ്റ്റഡ് ഇൻ ദി പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഇൻസ്പെക്ഷൻ സെക്ഷൻസ് ആൻഡ് സ്റ്റോഴ്സ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റ്. നമ്മളിപ്പം ഡെയിലി പർച്ചേസ് നടത്തണം.
അതാണ് നമ്മൾ ഓപ്ഷൻ തിരിക്കുക. ഡെയിലി സാധനങ്ങൾ വാങ്ങിക്കണം. അപ്പൊ അതിനു വേണ്ടി ഒരാളെ നമ്മൾ അപ്പോയിന്റ് ചെയ്യേണ്ടി വരും. ക്ലിയർ? വൺസ് ഇൻ എ മന്ത് ആണെങ്കിലോ ആ ഒരു ഡേക്ക് നമ്മൾ ഹയർ ചെയ്താൽ മതി. അപ്പൊ അത് നമ്മൾ 15,000 അല്ലെങ്കിൽ 20,000 സാലറി കൊടുത്ത ഒരാളെ നിർപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരു 1 ഡേക്ക് നമ്മൾ ഹയർ ചെയ്താൽ മതി. ഇനി ട്വൈസ് ഇൻ എ മന്ത് ആണ് നമ്മൾ പർച്ചേസ് എങ്കിലോ 2 ദിവസത്തേക്ക് നമ്മൾ എന്ത് ചെയ്താൽ മതി, ആളുകളെ റിക്രൂട്ട് ചെയ്താൽ മതി. ക്ലിയർ? സോ ഇതൊക്കെ എന്തിൽ വരുന്നതാണ്, ഓർഡറിംഗ് കോസ്റ്റിൽ വരുന്ന ഐറ്റങ്ങളാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഇക്വേഷനിലേക്ക് കടക്കാം. ക്വാണ്ടിറ്റി, അതായത് EOQ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. EOQ, ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു, എന്താണ് ഇക്വേഷൻ വരുന്നത്, 2CO ഡിവൈഡ് ബൈ I. 2CO ഡിവൈഡ് ബൈ I. അപ്പം ഇവിടെ Q സ്റ്റാൻഡ്സ് ഫോർ, അല്ലെങ്കിൽ EOQ എന്ന് പറയും. ഓക്കെ, EOQ സ്റ്റാൻഡ്സ് ഫോർ ക്വാണ്ടിറ്റി ടു ബി ഓർഡേർഡ്. ഈ കമ്പനി ഒറ്റ ഓർഡറിൽ എത്ര ക്വാണ്ടിറ്റിയാണ് പർച്ചേസ് ചെയ്യേണ്ടത് എന്ന് കണ്ടുപിടിക്കാൻ 2CO റൂട്ട് 2CO ഡിവൈഡ് ബൈ I എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കും. ഇവിടെ C എന്ന് പറയുന്നത് കൺസംഷൻ ഓഫ് മെറ്റീരിയൽ. ഓക്കെ, ഒരു മാസം ഈ കമ്പനിയിലേക്ക് വേണ്ടത് ഇത്ര ക്വാണ്ടിറ്റിയാണ്, ഇത്ര യൂണിറ്റ് ആണ്. ഓക്കെ, എത്ര കൺസ്യൂം ചെയ്യുന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഓക്കെ, then O stands for cost of placing an order. O stands for cost of placing an order. I stands for interest payment including variable cost of storing per unit, holding cost of inventory. നമുക്കത് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. നോക്കിയാ, നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവിടെ ആനുവൽ യൂസേജ് എത്രയാണ്, 6,000 യൂണിറ്റ് ആണ്. 6,000. Then cost of material per unit എത്രയാണ്, 20 ആണ്. Then cost of placing and receiving one order എത്രയാണ്, 60 ആണ്. Annual carrying cost per unit 10% of inventory value. ഒരു മെറ്റീരിയലിന്റെ വാല്യൂ എത്രയാ, 20 ആണ്. അതിന്റെ 10% എന്ന് പറഞ്ഞാൽ എത്ര വരിക, 2 ആണ് വരിക അല്ലെ, 2 ആണ്. ഓക്കെ, ആനുവൽ ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 ആണ് കിട്ടുക, 10% ഓഫ് 20. ഓക്കെ, അപ്പൊ നമുക്ക് ഓർഡറിംഗ് കോസ്റ്റ് ഉണ്ട്, ആനുവൽ കൺസംഷൻ ഉണ്ട്, ദെൻ ക്യാരിയിങ് കോസ്റ്റ് ഉണ്ട്. മൂന്നും കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് നമുക്ക് പ്ലോട്ട് ചെയ്യാം. ഇക്വേഷനിലേക്ക് നമുക്ക് പ്ലോട്ട് ചെയ്യാം. ഇവിടെ നോക്കിയേ, ഇക്വേഷൻ 2CO ഡിവൈഡ് ബൈ I. 2CO ഡിവൈഡ് ബൈ, അപ്പൊ നമുക്ക് C എന്താണ്, O എന്താണ്, I എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. സോ C stands for annual consumption, that is 6,000. O stands for ordering cost, it comes to 60 unit. I is equal to 10% of material cost, which means 2. So I stands 2. So you can plot it in the equation 2 into 6,000 into 60 divided by 2. അപ്പം നമുക്ക് റൂട്ട് 3,600 കിട്ടും, which means എത്ര യൂണിറ്റാ, 600 യൂണിറ്റ്. ഇതിന്റെ അർത്ഥം എന്താ, ഈ കമ്പനി പ്ലേസ് ചെയ്യേണ്ട എത്ര യൂണിറ്റ് ആണ്, 600 യൂണിറ്റ് ആണ് ഇൻ എ ഓർഡർ. ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എത്രയാണ്, 600 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കമ്പനി എത്ര ഓർഡർ പ്ലേസ് ചെയ്യും, നമ്പർ ഓഫ് ഓർഡേഴ്സ് ടു ബി പ്ലേസ്ഡ്, കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനുവൽ കൺസംഷൻ ഡിവൈഡ് ബൈ EOQ. ഈ ക്വസ്റ്റിൽ ചോദിച്ചിട്ടില്ല, അപ്പൊ അങ്ങനെ ചോദിച്ചാൽ നമ്മൾ പറയേണ്ട കാര്യമാണ്. ആനുവൽ കൺസംഷൻ എത്രയാ, 6,000. EOQ എത്രയാ, 600 is equal to 10 ഓർഡർ പ്ലേസ് ചെയ്യണം. എത്രന്റെ, 600ന്റെ എത്ര ഓർഡർ പ്ലേസ് ചെയ്യണം, 10 ഓർഡർ. നമ്പർ ഓഫ് ഓർഡേഴ്സ് ടു ബി പ്ലേസ്ഡ് എത്രയാണ്, 10 ആണ്. ക്ലിയർ ആണോ, ഓക്കെ ആണോ?